നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ സ്റ്റക്കായിട്ട് അത് ചെയ്യാൻ പറ്റാതെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന ഫീലിങ്ങോടുകൂടി നിന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്റ്റോറി. ഞാൻ എൻ്റെ ലൈഫിൽ പല പോയിന്റിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. സോ ആ സ്റ്റോറി ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അർജുൻ ഒരു ദിവസം നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ആ ആനകളെ ഇങ്ങനെ ചെറിയ കയറുകൾ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. അത് കണ്ട അർജുൻ അവിടെ ഒന്ന് നിന്നിട്ട് ഒന്നും കൂടെ അതൊന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താണ്, ആ ആനകളെ കെട്ടി വെച്ചേക്കുന്നത് ചെറിയ കയറുകൾ വെച്ചിട്ടാണ്. ഇത് കണ്ട ഉടനെ തന്നെ അർജുൻ ഷോക്കായി. എന്നിട്ട് നേരെ ചെന്ന് അവിടുത്തെ ആനപ്പാപ്പാനെ കണ്ടിട്ട് ആനപ്പാപ്പാൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു. ആനകളെല്ലാം ചെറിയ കയറിട്ടല്ലേ കെട്ടിയേക്കുന്നത്, അങ്ങനെ നിങ്ങൾ കെട്ടി വെച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ആനകൾ ഇത് പൊട്ടിച്ച് പോകാനുള്ളൊരു സാധ്യതയില്ലേ എന്ന കാര്യത്തെപ്പറ്റി അർജുൻ ചോദിച്ചു. അപ്പോൾ ആനപ്പാപ്പാൻ പറഞ്ഞു അങ്ങനെ ആന പൊട്ടിച്ച് പോവില്ല എന്ന കാര്യം ആനപ്പാപ്പാൻ പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ട് തിരിച്ചും അർജുന് സംശയമായി. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക ഈ ആനകൾ ഈ കയറ് പൊട്ടിച്ച് പോയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആനപ്പാപ്പാൻ അർജുന് പറഞ്ഞു കൊടുത്തു, ഈ ആനകൾ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഈ ചെറിയ കയറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആനകളെ കെട്ടിയത്. ഈ കെട്ടുന്ന സമയത്ത് പല പ്രാവശ്യമായിട്ട് ഈ ആനകൾ ഈ കയറ് പൊട്ടിച്ച് പോകാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം എഫേർട്ട് എടുത്തപ്പോഴും എല്ലാ പ്രാവശ്യവും തോറ്റു പോകുന്നത് മാത്രമായിരുന്നു റിസൾട്ട്. അങ്ങനെ ഇരുന്ന് ഒരു സമയത്തേപ്പോഴത്തേക്കും പിന്നെ തൊട്ടിട്ട് ആ എഫേർട്ട് എടുക്കുന്നത് നിർത്തിവെച്ചു. ഇപ്പോൾ ഈ ആന വളർന്ന് വലുതായി. അതിന് വിചാരിച്ചാൽ ഈസി ആയിട്ട് ഈ കയറ് പൊട്ടിച്ച് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ആനയുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്. അതായത് അന്ന് ചെയ്തപ്പോഴത്തേക്കും ഇത് ഫെയിലായി പോയതുകൊണ്ട് ഇനി ചെയ്താലും ഇത് ഫെയിലായി പോകും എന്നൊരു തോട്ട് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആന അത് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതേയില്ല എന്ന കാര്യം ആനപ്പാപ്പാൻ അർജുന് പറഞ്ഞു കൊടുത്തു. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു പവർഫുൾ മെസ്സേജാണ് എബൌട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പല പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും അത് നടക്കാതെ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളതിൽ ഫെയിലായി പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാനായിട്ട് നമുക്കൊരു മടി തോന്നും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകും എന്ന മാതിരി ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിൻ്റെ. അത് കാരണം കൊണ്ട് തന്നെയായിരിക്കും ഈ സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഈ ആന വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റിൽ ആ കാര്യത്തിൽ വേണ്ടി തോറ്റുപോയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ കാര്യത്തിൽ ജയിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞ് നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യത്തിന് ട്രൈ ചെയ്യാൻ പോലും തോന്നത്തില്ല. ഇതെന്ത് കാരണം കൊണ്ടാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. ചിലത് വന്നിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസസും ഫെയിലിയറും കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ട്രൈ ചെയ്തിട്ട് അത് നടക്കാതെ പോയിട്ടുണ്ടാകും. അത് കാരണം കൊണ്ടിട്ട് വരാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷനിങ് കാരണം കൊണ്ടിട്ട്, അതായത് ചില കാര്യങ്ങൾ സൊസൈറ്റി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാകും ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം. ഫോർ എക്സാമ്പിൾ സ്ത്രീകൾക്ക് ബലം കുറവാണ് എന്ന കാര്യം പറഞ്ഞിട്ട് സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു തോട്ട് വരത്തില്ല. ഇതുപോലെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ആൻഡ് റിജക്ഷൻ ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന മാതിരി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടാകും. അത് കേട്ടിട്ട് ചിലപ്പോൾ 1-2 ആൾക്കാർ ചിരിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടാകും, ഞാനൊരു നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഞാൻ പാടിയാലും എല്ലാവരും ചിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാനതിന് എഫേർട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് കാരണം കൊണ്ടിട്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന മാതിരി ഒരു തോട്ട് വരില്ലേ. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണം നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന കാര്യം പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രോങ്ങറാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ ബാക്കിലോട്ട് വലിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ മനസ്സിന് മാത്രമാണ്. ആ ആന വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഈസി ആയിട്ട് ആ കയറിനെ പൊട്ടിച്ച് പോകാൻ പറ്റും എന്നതുപോലെ തന്നെ നമുക്കും നമ്മുടെ ലൈഫിലുള്ള ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്? അതിനുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തത്, ഐഡൻറ്റിഫൈ യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നത്, നിങ്ങൾ എന്ത് കാരണം കൊണ്ടിട്ടാണ് ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, ആ റീസൺ എന്താണെന്നതിനെ തേടുക. എവിടെ നിന്നാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് വന്നത് എന്നതിനെ പറ്റിയും മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ഫെയിലിയർ കാരണമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫിയർ എന്തെങ്കിലും കാരണമായിരിക്കാം. അതെന്താണെന്നത് കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചാലഞ്ച് ആൻഡ് റീഫ്രെയിം ദം. അതായത് നമ്മളിപ്പോൾ എനിക്ക് ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് പാടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും നന്നായിട്ട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പാടാൻ പറ്റുന്ന പോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന മാതിരി ആ സെൻറ്റൻസിനെ റീഫ്രെയിം ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ടേക്ക് സ്മോൾ ബോൾഡ് ആക്ഷൻസ്. അതായത് നമ്മൾ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. നമ്മൾ ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ ആ പേടി താനെ തന്നെ ഡിസപ്പിയർ ആവും. ചെറിയ രീതിയിൽ അതിനൊരു എഫേർട്ട് എടുക്കുക. ആ എഫേർട്ട് എടുക്കുന്ന വഴി നിങ്ങൾ ക്യാപ്പബിൾ ആണ് ഇത് ചെയ്യാൻ എന്ന കാര്യം നമ്മുടെ മനസ്സിനെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക.
നിങ്ങൾക്ക് ഫെയിലിയറിനെ കുറിച്ചിട്ടുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്ഷനോടെ വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ തന്നെ നമ്മളെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. ലിമിറ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് എഫേർട്സ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ആ എഫേർട്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്യാപ്പബിളും ആണ്, നിങ്ങൾ പവർഫുള്ളും ആണ്. ആ ആന ഒരിക്കലും റോപ്പിൽ ട്രാപ്ഡ് ആയിരുന്നില്ല, പക്ഷെ അതിൻ്റെ മനസ്സിലായിരുന്നു ട്രാപ്ഡ് ആയിരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ വിട്ട് വെളിയിൽ വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും. ദ ട്രൂത്ത് ഇസ് ലിമിറ്റ്സ് ഒരിക്കലും റിയൽ അല്ല. നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് വെളിയിൽ വരാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് റൈസ് ചെയ്യാൻ പറ്റും. ദ ക്വസ്റ്റ്യൻ ഇസ് നിങ്ങൾ എപ്പോഴാണ് അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.